നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 29. പിറ്റേന്ന് ചടങ്ങുകളൊക്കെ നന്നായിട്ട് തന്നെ കഴിഞ്ഞു. കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയാതിരിക്കാൻ എല്ലാവരും നന്നായി പാടുപെട്ടു. വൈകുന്നേരത്തോടെ അവസാന അതിഥിയും പോയതിനു ശേഷം അച്ഛമ്മ എല്ലാവരെയും വിളിച്ചു. എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ ഭാഗം വയ്ക്കുന്ന കാര്യം പറയുന്നതിനായിരുന്നു അച്ഛമ്മ വിളിച്ചത്. അച്ഛമ്മയുടെ വക്കീലും അപ്പോഴേക്കും എത്തിയിരുന്നു. എല്ലാവരും ഒരുമിച്ച് വന്നിരുന്നതിന് ശേഷം വക്കീല് സ്വത്ത് വിവരങ്ങളൊക്കെ വായിച്ചു. ആദിയുടെ പേരിൽ എഴുതിയ സ്വത്തുക്കൾ കണ്ടതും പലരിലും മുറുമുറുപ്പുണ്ടായി. പക്ഷെ തുറന്നു പറയാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല. എല്ലാവർക്കും അർഹതപ്പെട്ടത് കൊടുത്ത ശേഷം തറവാട് ആർക്കാണ് എന്നൊരു ചോദ്യം എല്ലാവരിലും ഉയർന്നു വന്നു. ഇക്കാര്യം ചോദിച്ചതും അച്ഛമ്മ അതിന്റെ മറുപടി പറഞ്ഞു. തറവാട് ആർക്കാണ് കൊടുക്കുകയെന്ന് നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവും. പൊതുവേള രീതി അനുസരിച്ച് ഇളയ മകനാണ് തറവാട്. പക്ഷേ നിങ്ങളുടെ അച്ഛന്റെ കുടുംബസ്വത്തായ തറവാടാണ് ഇപ്പൊ സ്നേഹാലയ എന്ന സ്ഥാപനമായി പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഈ തറവാട് അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തല്ല. ഈ തറവാട് എന്റെ അച്ഛൻ എനിക്ക് ഇഷ്ടദാനം തന്നതാണ്. അതുകൊണ്ട് തന്നെ എന്റെ മക്കളിൽ ആർക്കും ഇതിൽ അവകാശങ്ങളില്ല. മാത്രവുമല്ല, ഞാനിത് ആദിയുടെ പേരിൽ ഇഷ്ടദാനമായിട്ട് പണ്ടേ എഴുതി വെച്ചതാണ്. അച്ഛമ്മ പറഞ്ഞതും അച്ഛമ്മയുടെ ആൺമക്കൾ ഒഴികെ ബാക്കി എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മയുടെ സ്വത്തിൽ ആദിക്ക് എന്താ അവകാശമുള്ളത്? രാഗിണിയപ്പച്ചി പെട്ടെന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. ആദ്യം അവരുടെ ദേഷ്യം കണ്ട് ഒരു നിമിഷം അവരെ ഒന്ന് നോക്കി. നിന്റെ ഏട്ടന്റെ മകനാണ് ആദി, നിന്റെ അനന്തരവൻ. ആ അവകാശം പോരെ? അച്ഛമ്മ ചോദിച്ചു. രാഗിണി ദേഷ്യത്തോടെ മാലതിയെ നോക്കി. അഞ്ജലിയും അതേ ദേഷ്യത്തോടെ മാലതിയെ നോക്കുന്നുണ്ടായിരുന്നു. രാഗിണി ഒന്നും പറയാതെ വേഗം അവിടെ നിന്ന് പോയി. ആര്യയും അമ്മയുടെ പുറകെ പോയി. ഇഷ്ടമില്ലാത്തവർ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. എന്റെ ഇഷ്ടമാണ് ആദിക്ക് തറവാട് കൊടുക്കണമെന്നത്. അതിലൊരു മാറ്റവും ഇല്ല, അച്ഛമ്മ പറഞ്ഞു. എല്ലാവരും പിരിഞ്ഞു പോയതും ആദ്യ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നു. എനിക്ക് തറവാട് വേണ്ട അച്ഛമ്മേ. എനിക്കിവിടെ സ്വന്തമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത് ഇളയച്ചനോ അപ്പച്ചിക്കോ കൊടുക്കുന്നതാവും നല്ലത്. എനിക്കും അല്ലിക്കും ഞങ്ങളുടെ ഫ്ലാറ്റ് ഉണ്ടല്ലോ. പിന്നെ ഒരു വീടുണ്ടാക്കാൻ ഞങ്ങൾക്ക് ജോലിയുണ്ട്. അത് മതി, ആദി പറഞ്ഞു. അല്ലിയും അത് തന്നെ അച്ഛമ്മയോട് പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും തറവാട് നിന്റെ പേരിലാണ് ആദി. ഇന്നോ ഇന്നലെയോ എഴുതിയതല്ല അത്. എന്ന് ഇവരെല്ലാം നിന്നെ അവഗണിച്ചു തുടങ്ങിയോ അന്ന് എഴുതിയതാണ് ഞാൻ. എന്നെങ്കിലും ഞാൻ ഇല്ലാതായ നിനക്ക് ഇതെങ്കിലും ഉണ്ടാവണമെന്ന് തോന്നി. അച്ഛമ്മ പറഞ്ഞത് കേട്ട് ആദിക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. പക്ഷേ അച്ഛമ്മയുടെ വാക്കുകൾ റാമിൽ ഉണ്ടാക്കിയത് ഭയമായിരുന്നു. കാലങ്ങളായി മനസ്സിൽ ഒളിപ്പിച്ച ആ രഹസ്യം ഇതുമൂലം എല്ലാവരും അറിയുമോ എന്നയാൾ ഭയന്നു. ഉടനെ ഇതിനൊരു അവസാനം കണ്ടേ പറ്റൂ എന്നയാൾ തീരുമാനിച്ചു. അന്ന് രാത്രി ആരും ഭക്ഷണം കഴിക്കാൻ പോലും ഒരുമിച്ചുണ്ടായിരുന്നില്ല. രാത്രി എപ്പോഴോ ഉറക്കമില്ലാതെ ആദ്യം എഴുന്നേറ്റു. പുഴയരികിലെ ബെഞ്ചിൽ ചെന്നിരിക്കെ അകത്തു നിന്ന് ആരുടെയോ ശബ്ദം കേട്ടു. ആരോ വഴക്കിടുന്നതായിട്ടാണ് അവന് തോന്നിയത്. അവൻ വേഗം അകത്തേക്ക് കയറി ഹാളിലേക്ക് ചെന്നു. മുകളിലെ റൂമിൽ നിന്നായിരുന്നു ശബ്ദം. അവൻ അവിടേക്ക് നടന്നു. അച്ഛന്റെ റൂമിൽ അച്ഛനും അമ്മയും കൂടിയായിരുന്നു തർക്കം. നിങ്ങളെന്നെ ഡിവോഴ്സ് ചെയ്ത് പഴയ കാമുകിയെ വിവാഹം ചെയ്യും. പിന്നെ എനിക്കെന്താ ഇവിടെ സ്ഥാനമുള്ളത്? ഈ കുടുംബത്തിലെ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞ പൈസ കിട്ടണം. അല്ലെങ്കിൽ കാലങ്ങളായി നിങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുന്നത് എല്ലാവരോടും ഞാൻ തന്നെ പറയും. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് മകന്റെ സ്നേഹം പോലും ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെ എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടണ്ട, സ്വത്തായാലും സ്നേഹമായാലും, മാലതി ദേഷ്യത്തോടെ പറഞ്ഞു. പ്ലീസ് ഒന്ന് പതുക്കെ പറയ്, ആരെങ്കിലും കേട്ട് വരും. ആര് കേട്ടാലും എനിക്കെന്താ? അവൻ എന്റെ ആരുമല്ല, നിങ്ങളുടെയും. പിന്നെ നിങ്ങളുടെ ഈ സെന്റിമെന്റ്സ് എന്തിനു വേണ്ടിയാണ്? നിന്റെ ചതിയായിരുന്നില്ലേ ഒക്കെ? അറിഞ്ഞപ്പോ വൈകിയെങ്കിലും എന്റെ മകൻ തന്നെയാണ് അവൻ. അതിലൊരു മാറ്റവും ഇല്ല. അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് ആദിയുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. തന്നെക്കുറിച്ചാണോ അവർ സംസാരിക്കുന്നത്? അവനൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പെട്ടെന്ന് അവന്റെ തോളിൽ ആരോ പിടിച്ചതും ആദി ഞെട്ടിത്തിരിഞ്ഞു. അച്ഛമ്മയും നന്ദുവുമായിരുന്നു അത്. എന്താ കണ്ണ? ഞങ്ങളും ശബ്ദം കേട്ട് വന്നതാ. എന്താ പ്രശ്നം? അച്ഛമ്മ ചോദിച്ചു. അറിയില്ല അച്ഛമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദിയുടെ ശബ്ദം പോലും വിറച്ചിരുന്നു. റൂമിൽ നിന്ന് ഉയർന്നു കേട്ട ശബ്ദം കേട്ട് അവർ അങ്ങോട്ട് ശ്രദ്ധിച്ചു. നിങ്ങൾ പുതിയൊരു ജീവിതം തിരഞ്ഞെടുത്തില്ലേ? ഇനിയും അവനെക്കുറിച്ച് എന്തിനാലോചിക്കണം? അവനോട് ഞാൻ പറയാം, അവൻ എന്റെയും നിങ്ങളുടെയും മകനല്ലെന്ന്.
ഈ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്തവന് തറവാട് എന്തിനു കൊടുക്കണം? മാലതി ദേഷ്യത്തോടെ ചോദിച്ചതും രാമൻ മാലതിയുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു. ആദ്യം എന്റെ മകൻ തന്നെയാണ്. ആരൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റവും ഇല്ല, രാമൻ ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷേ അവരുടെ വാക്കുകൾ കേട്ട് ആദി തളർന്നുപോയി. അച്ഛമ്മയുടെ കൈകൾ ആദിയുടെ കൈകളിൽ മുറുകി. ആദിയെ അന്വേഷിച്ചു വന്ന അല്ലിയും മാലതിയുടെ വാക്കുകളിൽ പകച്ചു നിന്നുപോയി. രാമ! അച്ഛമ്മയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ട് രാമനും മാലതിയും ഞെട്ടിത്തരിച്ചു. ഡോറിനരികിൽ നിൽക്കുന്ന അച്ഛമ്മയെയും ആദിയെയും കണ്ട് അവർ പകച്ചു നിന്നു. എന്തൊക്കെയാ രാമ ഇവള് പറഞ്ഞത്? തോന്നിയത് എന്തും പറയാനായോ അവൾക്ക്? അച്ഛമ്മ ചോദിച്ചു. രാമൻ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൾ എന്നോടുള്ള ദേഷ്യത്തിന് ഓരോന്ന് വിളിച്ചു പറഞ്ഞതാണമ്മേ. അതൊന്നും കാര്യമാക്കണ്ട. എല്ലാവരും ചെന്ന് കിടക്കാൻ നോക്ക്, രാമൻ എല്ലാവരോടുമായി പറഞ്ഞു. മനഃപൂർവ്വം അയാൾ ആദ്യം നോക്കിയില്ല. അവൻ മകൻ മാത്രമല്ല, ഒരു IPS ഓഫീസർ കൂടിയാണെന്ന് രാമൻ നന്നായിട്ട് അറിയാം. ഇനിമേൽ ഇതുപോലുള്ള സംസാരം ഇവിടെ ഉണ്ടാവരുത് രാമ. വാ ആദി, അച്ഛമ്മ രാമനോട് പറഞ്ഞുകൊണ്ട് ആദിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. പക്ഷേ ആദ്യ ഒരടി പോലും മുന്നോട്ട് വച്ചില്ല. അച്ഛമ്മ സംശയത്തോടെ ആദിയെ നോക്കി. പക്ഷെ അവന്റെ കണ്ണുകൾ മാലതിയിൽ മാത്രമായിരുന്നു. അച്ഛമ്മയുടെ കൈ വിടിച്ചുകൊണ്ട് ആദ്യം മാലതിയുടെ മുന്നിൽ ചെന്ന് നിന്നു. ഇതാണോ നിങ്ങൾക്ക് എന്നോടുള്ള വെറുപ്പിന്റെ കാരണം? ഞാൻ നിങ്ങളുടെ മകനല്ല അല്ലേ? അവൻ ചോദിച്ചു. ആദി! അച്ഛമ്മയും രാമനും ഒരുപോലെ അവനെ വിളിച്ചു. മാലതി രാമനെ നോക്കിയതും അയാൾ അരുതെന്ന് കാണിച്ചു. എന്തൊക്കെയാ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, മാലതി പറഞ്ഞു. പക്ഷേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ ആദിദേവ് എന്ന ഞാൻ നിങ്ങളുടെയും മഠത്തിലെ രാംദേവിന്റെയും മകനാണോ? ആദി രൂക്ഷമായി ചോദിച്ചു. നുണ എന്നോട് പറയരുത്. അവന്റെ കണ്ണുകൾ ചുവന്നു. അല്ലെന്ന് മാലതി തലയാട്ടി. അച്ഛമ്മയും ബാക്കിയുള്ളവരും ഞെട്ടുനിന്നു. അപ്പോഴേക്കും വീട്ടിലെ ബാക്കിയുള്ളവരെല്ലാവരും അവിടേക്ക് വന്നിരുന്നു. രാഗിണി അപ്പച്ചി വേഗം മുന്നിലേക്ക് കയറി വന്നു. പറഞ്ഞു കൊടുക്കും മാലതി, അവൻ തലയിൽ കൊണ്ടു നടക്കുന്ന മഠത്തിലെന്ന വീട്ടുപേര് അവന്റെ അല്ല എന്ന്. നീ ലക്ഷങ്ങൾ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് അവനെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മാലതി. രാഗിണിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. ഈശ്വര, എന്റെ കുഞ്ഞ്! അച്ഛമ്മ തളർന്നു വീഴാൻ പോയതും അല്ലിയും നന്ദുവും അച്ഛമ്മയെ പിടിച്ചു നിർത്തി. അമ്മേ! രാമൻ ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ആദ്യം അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നു. ആദ്യം എന്റെ കുഞ്ഞ് തന്നെയാ രാമ. അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, അച്ഛമ്മ പറഞ്ഞു. രാഗിണിയും അഞ്ജലിയും അവരുടെ മുന്നിലേക്ക് ചെന്നു. പക്ഷേ സത്യം മറച്ചു വെക്കാനാവില്ല അമ്മേ. ഇത്ര നാളും ഇതെങ്ങനെ ഇവര് മറച്ചു വെച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ മോളുടെ വിവാഹം എങ്ങാനും ഇവരുമായി നടത്തിയിരുന്നെങ്കിലോ? ഓർക്കാൻ കൂടി വയ്യ, രാഗിണി പറഞ്ഞു. ആര്യ ആദ്യയുടെ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞത് എന്തിനാണെന്ന് അല്ലിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അവൾ ആദ്യയെ നോക്കി. എല്ലാവരുടെയും മുന്നിൽ തളരാതെ നിൽക്കുന്നുണ്ടെങ്കിലും ആ നെഞ്ചി പിടയുന്നത് അല്ലിക്ക് മനസ്സിലാവുമായിരുന്നു. അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഞാനും കൂടെ ഉണ്ടെന്ന് പറയാൻ അല്ലിക്ക് തോന്നി. എന്തിനാവും അവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് അവൾ ഓർത്തു. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അച്ഛമ്മ രാമനോട് ചോദിച്ചു. നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചതല്ലേ, പിന്നെ എന്തിനാ മോനെ അവൾ ഇങ്ങനെ ചെയ്തത്? അച്ഛമ്മ ചോദിച്ചു. ചതിയായിരുന്നു അമ്മേ, കൊടും ചതി എന്നോട്, എന്റെ രാധയോട്, രാമൻ കരച്ചിലോടെ പറഞ്ഞു. ഞാൻ സ്നേഹിച്ചത് മാലതിയെ ആയിരുന്നില്ല അമ്മേ, രാധയായിരുന്നു. മാലതിയുടെ വിളറിപ്പോയ മുഖത്തേക്ക് എല്ലാവരും പകപ്പോടെ നോക്കി. മാലതിയുടെ വീട്ടിൽ ജോലിക്കാരിയായിരുന്നു രാധയുടെ അമ്മ. അവളെ പഠിപ്പിച്ചതൊക്കെ മാലതിയുടെ അച്ഛനാണ്. രാധയുമായി ഒരുപാട് അടുത്ത ശേഷമാണ് ഞാൻ ഇക്കാര്യം അറിഞ്ഞത്. പക്ഷെ എന്നിട്ടും എനിക്ക് അവളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായില്ല. പക്ഷേ സുഹൃത്തായി കൂടെ നിന്ന് ഇവൾ എന്നെ ചതിച്ചു. ചെറുപ്പം മുതൽ രാധയോടുള്ള പക മൂലം ഇവൾ ഞങ്ങൾ തമ്മിൽ ബന്ധമുള്ളതുപോലെ ഒരു കഥയുണ്ടാക്കി. എന്നെയും രാധയെയും പിരിക്കാൻ വേണ്ടിയും ഈ മഠത്തിൽ തറവാടിന്റെ മരുമകളാവാനായും എല്ലാവരുടെയും മുന്നിൽ എന്നെ മോശക്കാരനാക്കി, പെണ്ണുപിടിയനാക്കി. എന്നിട്ടും തളരാതെ എന്റെ കൂടെ നിന്ന എന്റെ പെണ്ണിനെ അവസാനം എന്നെ വിട്ടുപോകാൻ ഭീഷണിപ്പെടുത്തി. അവൾ എന്നെ വിട്ടു പോയപ്പോ ഇവളൊരു പ്രപ്പോസലുമായി വന്നു. അത് സമ്മതിച്ചില്ലെങ്കിൽ എല്ലാം വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി. അന്ന് അച്ഛന് വയ്യാതിരിക്കുന്ന സമയമായിരുന്നു. അതുകൂടി അറിഞ്ഞ അച്ഛന് താങ്ങാനാവില്ലെന്ന് എനിക്കറിയായിരുന്നു. ഇത്രയൊക്കെ എന്നോട് ചെയ്തിട്ടും നിങ്ങൾ ആരും ഇതൊക്കെ അറിഞ്ഞ് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ ഇവള് പറഞ്ഞ കള്ളക്കഥ ഞാൻ ഇവിടെയും പറഞ്ഞത്.
ഞാൻ ഒരുപാട് വെറുക്കുന്ന ഇവളെ എനിക്ക് താലി കെട്ടേണ്ടി വന്നു. എല്ലാവരുടെയും മുന്നിൽ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമായി അഭിനയിച്ചു. ഒരു വർഷത്തോളം ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത്. പക്ഷെ ഒരിക്കൽ പോലും എന്റെ മനസ്സിൽ ഇവളെ ഞാൻ ഭാര്യയായി കണ്ടിരുന്നില്ല. എല്ലാവരെയും സമ്മതിപ്പിച്ച് അവൾ എന്റെ കൂടെ ഹയർ സ്റ്റഡീസിന് വരാൻ തീരുമാനിച്ച അന്ന് രാത്രി ഞാൻ നന്നായിട്ട് മദ്യപിച്ചിരുന്നു. പിറ്റേന്ന് ബോധം വന്ന ഞാൻ കണ്ടത് എന്റെ കൂടെ കിടക്കുന്ന മാലതിയായിരുന്നു. ബോധത്തോടെ ഞാൻ ഒരിക്കലും അവളെ തൊടില്ലായിരുന്നു. പക്ഷേ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എതിർക്കാനും എനിക്ക് കഴിഞ്ഞില്ല. കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിരുന്ന സമയത്താണ് ഇവള് ഗർഭിണിയാണെന്ന് പറഞ്ഞത്. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞപ്പോ അത് സമ്മതിക്കാനല്ലാതെ എനിക്ക് മറ്റൊന്നിനും കഴിഞ്ഞില്ല. പക്ഷേ അവളുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞില്ലായിരുന്നു അമ്മേ. അവളെ ഒരിക്കലും സ്നേഹിക്കാത്ത എന്നോടുള്ള പക മൂലം അവള് കളിച്ചൊരു നാടകമായിരുന്നു ആ ഗർഭം. എന്നിട്ടും മതിയാവാതെ അവൾക്ക് ആ കുഞ്ഞിനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൾ നമ്മളെ മുൾമുനയിൽ നിർത്തി. നമ്മുടെ മുന്നിൽ പല നാടകങ്ങളും കളിച്ചു. എന്നെ അവളുടെ അടുത്തേക്ക് അടുപ്പിക്കാതിരിക്കാനായിരുന്നു എന്നോടുള്ള വഴക്കുകളൊക്കെ. എല്ലാം അവളുടെ പ്ലാൻ ആയിരുന്നു. അവളുടെ അടുത്ത് ഞാൻ ചെന്നാൽ അവൾ ഗർഭിണിയല്ലെന്ന് ഞാൻ അറിയാലോ. ഞാൻ പഠിക്കാൻ പോയപ്പോ എല്ലാം അവൾ ആഗ്രഹിച്ചതുപോലെയായി. നിങ്ങളോട് ദേഷ്യം കാണിച്ചതും മരുന്നുകൾ കഴിക്കാതിരുന്നതും ഒക്കെ അഭിനയമായിരുന്നു. അവസാനം ഏതോ ഒരു പാവം ഗർഭിണി പെണ്ണിന്റെ കയ്യിൽ നിന്ന് അവളുടെ ഭർത്താവിന്റെ ഓപ്പറേഷനുള്ള പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരുടെ കുഞ്ഞിനെ വാങ്ങി. ആ കുഞ്ഞാണ് എന്റെ ആദി. പക്ഷേ അവൻ എന്റെ അല്ല എന്ന് വെറുതെ പോലും ആരും പറയുന്നത് എനിക്ക് സഹിക്കാനാവില്ല അമ്മേ. രാമൻ കരഞ്ഞുപോയി. ആദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ലി അവന്റെ കൂടെ അവന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ലിയുടെ കൈകളിൽ ആദിയുടെ കൈകൾ ഭദ്രമായിരുന്നു. കുഞ്ഞിന് പാല് കൊടുക്കാത്ത അമ്മയെന്ന് നമ്മളൊക്കെ പറഞ്ഞില്ലേ. പ്രസവിക്കാതെ എങ്ങനെ പാലുണ്ടാവും അമ്മേ. ഒക്കെ ഇവളുടെ അടവായിരുന്നു. നമ്മളെ വെറുപ്പിച്ച് ഇവിടെ നിന്ന് പോവാനായിട്ട്. കുഞ്ഞിന് 3 മാസമായപ്പോ ഇവിടുന്ന് പോയത് പോലും അവളുടെ പ്ലാനിങ് ആയിരുന്നു. സ്വന്തം അല്ലാത്ത കുഞ്ഞിനെ നോക്കുന്നത് എന്തിനാ? പഠനം കഴിഞ്ഞ് അവിടെ ജോലി വാങ്ങി അവിടെ തന്നെ താമസിക്കാനായിരുന്നു ഇവളുടെ പ്ലാൻ. അതിനു മുൻപ് നമ്മളോട് സത്യങ്ങൾ പറഞ്ഞ് നമ്മളെ എല്ലാവരെയും തകർക്കാനുമായിരുന്നു അവൾ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അപ്പോഴാണ് രാധ എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. അതോടെ നാട്ടിലേക്ക് വന്ന് കുറച്ചു നാള് കഴിഞ്ഞ് ഇവളെ ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ രാധയോടുള്ള പക മൂലം ഇവൾ എല്ലാ സത്യങ്ങളും എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ തകർന്നുപോയി. അപ്പോഴേക്കും എന്റെ കണ്ണൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. അവൻ എന്റെ മകനല്ല ഞാൻ എങ്ങനെ പറയും? എന്റെ മനസ്സിനെ എങ്ങനെ വിശ്വസിപ്പിക്കും? ഇക്കാര്യം ആരും അറിയാതിരിക്കാൻ ഡിവോഴ്സ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എനിക്ക്. അവൾ എന്നോട് മറ്റൊരു കാര്യം കൂടി ചെയ്യിപ്പിച്ചു. കണ്ണനിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കണമെന്ന്. അല്ലെങ്കിൽ അവൾ ഇക്കാര്യം എല്ലാവരെയും അറിയിക്കുമെന്ന്. അവസാനം ചങ്കു പറിച്ചെടുത്ത വേദനയോടെയാണ് ഞാൻ എന്റെ കുഞ്ഞിൽ നിന്ന് അകന്നത്. അച്ഛൻ എന്നാൽ മാസം മാസം വരുന്ന മിഠായിയും ഡ്രസ്സും മാത്രമായി മാറിയത്. എന്നിട്ടും ഇവൾ അടങ്ങിയിരുന്നില്ല. എന്റെ കണ്ണനെ മകനെ പോലെ സ്നേഹിച്ച അഞ്ജലിയോട് ഇവള് സത്യങ്ങൾ പറഞ്ഞു. എന്റെ മകനല്ല കണ്ണൻ എന്ന സത്യം. അതോടെ അഞ്ജലിക്കും അവനെ വേണ്ടാതായി. അമ്മയ്ക്ക് അത് മനസ്സിലായത് കൊണ്ടല്ലേ അമ്മ കണ്ണനെ ഇവിടെ നിർത്താഞ്ഞത്. എല്ലാം മനസ്സിലായിട്ടും ഒന്നും എതിർക്കാൻ കഴിയാത്ത ഒരു അച്ഛനായി പോയി ഞാൻ. രാമൻ പൊട്ടിക്കരഞ്ഞു. ആദ്യം മാലതിയുടെ മുന്നിൽ ചെന്നു നിന്നു. ഒരമ്മയ്ക്ക് മകനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ എന്നും ചിന്തിച്ചിരുന്നു. പക്ഷെ ഇന്നാണ് മനസ്സിലായത്, ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ആദ്യ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി.